ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമായിരിക്കും. കാരണം എന്താണ്, എല്ലാവരും കൈ നിറച്ച് പ്രോഫിറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ന്യായം പാലിക്കാത്തവരുടെ കാര്യം എനിക്കറിയത്തില്ല. എനിവേ, എന്തായാലും കിട്ടിയവരൊക്കെ അത് സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കിട്ടുന്നത് പോവാതെ സൂക്ഷിച്ച് ന്യായം പാലിച്ച് വെക്കാൻ ശ്രമിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഇന്നലെ പോളൊന്നും ഇട്ടില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോൾ ഇടുന്നതിനകത്ത് വേറെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് പലരും നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്തിനാ വെറുതെ ആൾക്കാർക്ക് ഒരു ടാർഗറ്റ് ആക്കി കൊടുക്കുന്നത് നമ്മൾ? അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ടാർഗറ്റ് ആവണ്ട ആർക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഡെയിലി പോൾ ഇടുന്നെങ്കിൽ വീക്കിലി നിങ്ങളോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയണമല്ലോ, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ വീക്കിലി നിങ്ങളോട് ഞാൻ ചോദിക്കും, മന്ത്ലി ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ. ബ്ലൈൻഡായിട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പം അതെല്ലാം പോട്ടെ. അപ്പം അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ മാർക്കറ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അയക്കുന്ന എല്ലാ മെസ്സേജുകൾക്കും ഞാൻ കഴിവതും സംശയങ്ങൾക്കുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ നിങ്ങളൊരു പൊസിഷൻ എടുത്ത് വെച്ചു, എന്നിട്ട് ഇത് എന്നോട് ചോദിക്കുക, സാറേ ഇത് കയറുമോ അല്ലെങ്കിൽ ഇത് ഇറങ്ങുമോ, ഇവിടുന്ന് പൊട്ടുമോ, ഇങ്ങനെയൊന്നും എന്നോട് ചോദിക്കാറ് ഞാൻ അതിന് റിപ്ലൈ ചെയ്യത്തില്ല. കാരണം എനിക്കതിൻ്റെ റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങളെടുത്ത പൊസിഷൻ, നിങ്ങൾക്ക് ഞാൻ കൃത്യമായി മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, എങ്ങനെ എടുക്കണം, എവിടെ എടുക്കണം, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചാർട്ടിനകത്തിൽ നിങ്ങൾക്ക് ഞാൻ എല്ലാ ദിവസവും പറഞ്ഞു തരുന്നതാണ്, ചാർട്ടിനകത്തിൽ എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. അതിന് കൃത്യമായി സ്റ്റോപ്പ് ലോസ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, വിജയിച്ചില്ലെങ്കിൽ അതിന് കൃത്യമായി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് വേണം അതെടുക്കാനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇന്ന് ട്രേഡ് ചെയ്തവർക്കെല്ലാം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് 1 by 1 ആയിട്ട് ഞാൻ ഇതിനകത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പൊസിഷൻ എടുത്ത് വെച്ചിട്ട് സാറേ ഇവിടുന്ന് കയറുമോ ഇറങ്ങുമോ പൊട്ടുമോ കയറുമോ എന്ന് എന്നോട് ചോദിക്കരുത്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസ് എടുത്തിട്ട് പകുതിയായി കഴിയുമ്പോൾ സാറേ ഇതെന്തുവാകും എന്ന് എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് എന്നെ വെറുതെ വലപ്പിക്കരുത് എന്ന് ഉള്ള ഒറ്റ ഒരു എന്താ പറയുന്ന ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഞാൻ കൃത്യമായി എൻ്റെ ഡ്യൂട്ടിക്കിടയിൽ നിങ്ങൾക്ക് ഞാൻ ലെവലുകളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ നിർത്തിക്കാൻ ഇടവരുത്തരുത്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പം വേറെ എന്താ പറയാനുള്ളത്? അപ്പം മാർക്കറ്റ് ഇന്ന് ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് ഒരു പക്ഷേ തിരിച്ച് മേലോട്ട് കയറാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നേരെ താഴോട്ട് വന്ന് കുറച്ച് ഇല്ലേ, ഏകദേശം ഒരു 958 834, ഏകദേശം ഒരു 100 പോയിൻറ്റും കൂടെ മാർക്കറ്റ് 958 858, ഓക്കെ, ഒരു 110 പോയിൻ്റ് കൂടെ മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്തു, താഴോട്ട് വന്നു. നമ്മളുടെ ലെവൽ കൃത്യമായിട്ട്, നമ്മുടെ ലെവല് സപ്പോർട്ട് എടുക്കാൻ പറഞ്ഞു വെച്ച പോലെ തന്നെ നമ്മുടെ ലെവൽ വന്ന് കൃത്യമായിട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് എന്ത് ചെയ്തു, തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല ഇല്ലേ. ഇവിടുന്ന് ഈ ഫസ്റ്റ് റിജക്ഷൻ ക്യാൻഡിൽ കണ്ടുകൊണ്ട് കയറിയവർ കാണുമായിരിക്കാം. ഓക്കെ, എനിക്കറിയത്തില്ല അത് നിങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം. പിന്നെ രണ്ടാമത് ഇവിടെ ഒരു ട്രേഡ്, ഇത് റിസ്കി ട്രേഡറാണ്. പക്ഷേ ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഏതാണ് ഈ ഒരു ക്യാൻഡിൽ അല്ലേ. ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫില്ലായ ക്യാൻഡിലാണ്. അതിനുശേഷം അതിലിവിടെ എടുത്തവർക്ക് അടുത്ത പോയിന്റിൽ തന്നെ, അടുത്ത ക്യാൻഡിൽ തന്നെ അവർക്ക് ടാർഗറ്റ് അടിച്ചു. അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് കറക്റ്റായിട്ട് റിവേഴ്സ് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റ് ഒരു 10 പോയിൻറ്റ് ന്യായം പാലിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. 10 പോയിൻറ്റ് 15 പോയിൻറ്റ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് അത്. അപ്പോൾ ട്രേഡ് നമ്പർ 1 അത് കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് കൃത്യമായി ഞാൻ ഓൾറെഡി പറഞ്ഞു, 24,834 നിങ്ങൾ വാച്ച് ചെയ്യണം. ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കണം എന്ന് കൃത്യമായി ഞാൻ ഗ്രൂപ്പിൽ എഴുതിയിട്ടു. ഓക്കെ, നമ്മുടെ അതിനുശേഷം മാർക്കറ്റ് കൃത്യമായി ഇവിടെ വന്നു, ഒന്ന് സപ്പോർട്ട് എടുത്തു, തിരിച്ച് റിജക്റ്റ് ചെയ്തു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു ഇല്ലേ. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, എന്നിട്ട് വീണ്ടും വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു ഇല്ലേ. റീടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചത്, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമ്മളുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ എന്ന് വലുതാക്കി കാണിക്കാം. ഞാൻ നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആകുന്ന രീതിയിൽ എന്ത് ചെയ്തു, ഇവിടെ ഒരു
ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി ഇല്ലേ? കറക്റ്റായിട്ട് ഫുൾ ബോഡി ക്യാൻഡിലാണ്. അതൊരു ഒന്നും പറയാനില്ല. ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ നമ്മുടെ ഒരു 80% ടു മുകളിൽ ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ നമുക്കിവിടെ ക്ലോസിങ് കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് അവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ വരും, ഇവിടെ വരും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുമ്പോൾ നമുക്കൊരു ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ ഇല്ലേ? നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ ട്രേഡ് എടുത്തവർക്ക് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത്, സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത് ഇല്ലേ, 3 ടാർഗറ്റും അടിച്ചു. പക്ഷേ നമ്മൾ ഇവിടെ ന്യായം 10, 15, 20 കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടിറക്കുക. ധാരാളം പേര് ഇപ്പം വളരെ സന്തോഷമുണ്ട്. ധാരാളം പേരിപ്പം ന്യായം പാലിക്കാൻ തുടങ്ങിയവർ കൃത്യമായിട്ടും ധാരാളം പേര് സ്ക്രീൻഷോട്ട് അയച്ചു തരാറുണ്ട്. സാറേ ന്യായം പാലിച്ചു, 2000, 3000 കൊണ്ട് എന്ന് ഇറങ്ങുന്ന കൃത്യമായിട്ടാണ്. പ്രത്യേകിച്ച് ലേഡീസ്, ഫീമെയിൽസ് അവർ കൃത്യമായിട്ട് 2000, 3000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അപ്പം തന്നെ അവരെന്ത് ചെയ്യും, കളം വിടും. ഓക്കെ, കിട്ടിയാലും സ്ക്രീൻഷോട്ട് അയക്കാറുണ്ട്. സാറേ എത്രയും കിട്ടി, ഞങ്ങൾ പോവാം, മതി. രാവിലെ 10 അരമണിക്കൂറിൻ്റെ 1 മണിക്കൂറിൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ അവർ അടുക്കള ജോലി ചെയ്യാമല്ലോ, ചെയ്യത്തില്ല. അവർക്ക് വേറെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ ട്രേഡിങ് രാവിലെ 9:15 മുതൽ വൈകിട്ട് 3:15 വരെ ഈ കമ്പ്യൂട്ടറിൻ്റെ, ഫോണിൻ്റെ, മൊബൈലിൽ കുത്തിയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കണ്ടേ? ഞാൻ ഹൗസ് വൈഫിൻ്റെ കാര്യമാണ് പറയുന്നത്. വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കണ്ടേ? കൊച്ചുങ്ങളാണെങ്കിൽ കൊച്ചുങ്ങൾ നോക്കണ്ടേ? ഇനി മൊബൈൽ വെച്ചാണ് പാചകം ചെയ്തെങ്കിൽ മിക്കവാറും കറികളെല്ലാം അടുക്കി പിടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കറിയൊക്കെ അടുക്കി പിടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യായം പാലിക്കുക. രാവിലെ 9 മണിക്കോ 10 മണിക്കോ കൊച്ചുങ്ങളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10, 10:30 ആകുമ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള 1000, 1500, 2000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ, ഹൗസ് വൈഫിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ പരിപാടി അവിടെ വെച്ച് അവസാനിച്ചിട്ട് നേരെ അടുത്ത പരിപാടിക്ക് പോകുക എന്നുള്ളതേ ഉള്ളൂ. അന്ന് എന്തെങ്കിലും നിങ്ങൾ ലാഭം ഉണ്ടായി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുക. എനിക്ക് അത്ര നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞാലും കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ടാർഗറ്റ് 1 അടിച്ചു, ടാർഗറ്റ് 2 അടിച്ചു, അതിനുശേഷം കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്ത ശേഷം ടാർഗറ്റ് 3 അടിച്ചു. പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത കേസാണ്. നമ്മൾ കാരണം എന്താ, നമ്മൾ പലപ്പോഴും ഇവിടുന്ന് ഒരു പൊട്ടലാണ് പ്രതീക്ഷിച്ചത് അല്ലേ? ഇവിടുന്ന് നമ്മൾ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ റിവേഴ്സ് ചെയ്തില്ല. അവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിൽ പോയെങ്കിലും നമ്മുടെ ലെവലുകളെല്ലാം വളരെ കൃത്യമായിരുന്നു അല്ലേ? 1, 2, 3 നമ്മുടെ ലെവലുകളെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, ഇത് എൻ്റെ മിടുക്കമൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, നിങ്ങൾക്കും പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരയ്ക്കാം. ഓക്കെ, അത് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാർട്ടിനെ പറ്റി ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ഒരു ക്ലാസ്, ചാർട്ട് എങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ വരകൾ, അതിനെപ്പറ്റി ഒരു ക്ലാസ് ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം എപ്പോഴാണെന്ന്. ഓക്കെ, അപ്പോൾ ആ കാര്യം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ലെവലുകൾ 3 കൃത്യമായിട്ട് വർക്ക് ചെയ്തു. അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നോക്കിക്കേ, ഇവിടെ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കിക്കേ. ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. ഇവിടുന്ന് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു, പക്ഷേ നമുക്കിവിടെ ട്രേഡ് ഇല്ല ഇല്ലേ? ചിലർ ട്രേഡ് എടുക്കും, റിസ്കി ട്രേഡേഴ്സ് ഇവിടെ ട്രേഡ് എടുക്കും. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് അവർ റിസ്കി ആയിട്ട് ട്രേഡ് എടുക്കും. ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ കണ്ടപ്പോൾ തന്നെ ഓക്കെ, അടിച്ചാൽ ഈ സ്റ്റോപ്പ് ലോസ് 5 പോയിൻറ്റ് 10 പോയിൻറ്റ് പോകത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ക്രൈറ്റീരിയ എങ്ങനെ ഫുൾഫിൽ ആയത് നോക്കിക്കുക. ഒരു ഫുൾ ക്യാൻഡിൽ, ചെറിയൊരു ഫുൾ ക്യാൻഡിൽ നമുക്കിവിടെ ക്ലോസിങ് കിട്ടി. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മുകളിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം. സുന്ദരമായിട്ട് അവർക്ക് എന്ത് ചെയ്തു, ടാർഗറ്റ് കിട്ടി. അപ്പം ഇന്ന് 1, 2, 3 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അല്ലേ? ബിഗിനേഴ്സിന്, അല്ലാത്തവർക്ക് ഇഷ്ടം പോലെ കാണുമായിരിക്കും. ബിഗിനേഴ്സിന് കൃത്യമായി കാത്തിരുന്ന് ട്രേഡ് എടുത്ത് പ്രൈസ് ആക്ഷൻ പഠിച്ച് അതുപോലെ ചെയ്യുന്നവർക്ക് 3 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ 3 ഓപ്പർച്യൂണിറ്റി വരച്ച് കാണിച്ച് കൃത്യമായിട്ട്. ഓക്കെ, നമുക്ക് ഫെയിലിയർ ചാൻസസ് ഉണ്ട്. ഓക്കെ, 10ൽ 3 എണ്ണം ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഫെയിലിയർ ആകാൻ സാധ്യതയുണ്ട്. ബാക്കി 7 എണ്ണം സക്സസ് ആവും, ഉറപ്പാണ്. 10ൽ 3 എണ്ണത്തിനേ ഉള്ളൂ ഇതിന് പരാജയ സാധ്യത. 7 എണ്ണം വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ പഠിക്കുക. ഓക്കെ, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കിക്കേ, ചിലപ്പോൾ ഈ ഇവിടെ ഫെയിലിയർ ആയത് കണ്ടോ, ട്രേഡ് എടുത്തു നോക്കി, പക്ഷേ പിന്നെ അതിന് ശേഷം ഇവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ ഇല്ലേ? അപ്പോൾ ഈ കൺസോൾട്ടേഷൻ വരുമ്പോൾ നമുക്ക് എന്താണ്, മാർക്കറ്റ് അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഉപേക്ഷിക്കാം. അപ്പം ഉപേക്ഷിക്കാം എന്നുള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടും. കാരണം എന്താ, ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പം നമ്മൾ പേടിക്കണം. കാരണം ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഒന്നുകിൽ എങ്ങോട്ടെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ പറയാണ്ട് അങ്ങേരുടെ കണ്ടത് മാത്രമേ അങ്ങേര് പറഞ്ഞുള്ളൂ, മറ്റേതൊന്നും പറഞ്ഞില്ല എന്ന് പറയും. പക്ഷേ നമ്മളിതും പറയാണ്ട് ഇവിടെ ഇല്ല, ഇത് ക്രൈറ്റീരിയ ഫുൾഫിൽ അല്ല, അത് 80% ഇല്ല. ബട്ട് ഇത് 90%ഓളം ഒരു റെഡ് ക്യാൻഡിലുണ്ട് ഇവിടെ ഇല്ലേ? അപ്പോൾ നമ്മൾ സപ്പോർട്ടിൽ നിന്ന് വേണം. പക്ഷേ നമുക്കിവിടെ ഇത് ഫെയിലിയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടും പോയില്ല. ഇങ്ങനെ ആടി കളിച്ച്
കടന്നു. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. എവിടെയാണ് പറഞ്ഞത്? പിന്നെ ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഒ ഐയുടെയും ഒ ഐ സിയുടെയും ഒ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, ഒ ഐ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ്, ഇത് രണ്ടിൻ്റെയും ചാർട്ട് ഞാനിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു മാർക്കറ്റ് 25,000 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് മാർക്കറ്റ് ഒരു പക്ഷേ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് അതും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നു. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഓക്കെ, അപ്പം അതിനുശേഷം മാർക്കറ്റ് 25-32 വരെ പോയി നമ്മുടെ ട്രെൻഡ് ലൈനിൽ നമ്മുടെ റെസിസ്റ്റൻസ് ലൈനിൽ പോയി തട്ടി നേരെ തിരിച്ചു വന്ന് മാർക്കറ്റ് 24,958 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇന്നത്തെ ചാർട്ടിൽ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കുക വെച്ചാൽ, നാളെ ഒന്നും സംഭവിക്കാനില്ല. എനിക്കിവിടെ ഒരു കാര്യങ്ങളും എനിക്ക് പറയാനില്ല. വരകളൊക്കെ അതുപോലെ തന്നെ കിടക്കും. ഒരു മാറ്റവും വരകൾക്കില്ല. വരകൾക്ക് മാറ്റം വരുത്താനൊന്നുമില്ല. ഇതിനകത്തായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് 971 മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങോട്ട് നോക്കുക? ഇങ്ങോട്ടെങ്കിൽ ഇങ്ങോട്ട്, ഇങ്ങോട്ടെങ്കിൽ ഇങ്ങോട്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഡേ ക്യാൻഡിലിൽ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഈ ബോക്സാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ബോക്സ് എങ്ങാനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിലോട്ട് വയലൻ്റായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ വീക്കിലി പോൾ ഇട്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏകദേശം 2 ഗ്രൂപ്പിനൂടെ നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഏകദേശം 60% ആൾക്കാർ പ്രോഫിറ്റിൽ വീക്കിലി 60% ആൾക്കാർ പ്രോഫിറ്റ് ഇറങ്ങാൻ തുടങ്ങി. ബിഗിനേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഏകദേശം 65% ആൾക്കാർ പ്രോഫിറ്റിൽ വീക്കിലി ഇറങ്ങി. അപ്പോൾ ഇത് വളരെ സന്തോഷമാണ്. കാരണം എന്താ, സെബിയുടെ കണക്ക് 7%. ആ സ്ഥാനത്ത് നമ്മൾ 65% ഒരാഴ്ചയിൽ അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി 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 ഗുഡ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ആഴ്ച ഒരു 2-3 ആഴ്ച നിങ്ങൾ അടുപ്പിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പച്ച കത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോസിലോട്ട് പോകത്തില്ല. കാരണം എന്താ, ലോസ് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേടിയായി, നിങ്ങൾ അവിടെ എക്സിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പച്ച തരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാരമായ ആത്മവിശ്വാസമാണ്. അത് ഇനി നിങ്ങളുടെ വീക്കിലി മാറി മന്ത്ലി പോകണം, മന്ത്ലി മാറി ഇയർലി പോകണം. ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ന്യായം പാലിക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ അടുത്തത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഇതുപോലെ തന്നെ സൂപ്പർ ഡ്യൂപ്പർ നമ്മുടെ ലൈൻ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം കുറേ ആടി കളിച്ചു. നമ്മുടെ ലൈൻ ബ്രേക്ക് ചെയ്തു. നേരെ മുകളിൽ പോയി റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നേരെ കറക്റ്റായിട്ട് തിരിച്ചു വന്ന് നമ്മൾ വരച്ച ലൈനിൽ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. 56,059 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 56,059 എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മേളിൽ ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മിഡ് ക്യാപ്പും വളരെ സുന്ദരമായ ട്രേഡ് ഉണ്ടായിരുന്നു. വെരി സുന്ദരമായ ട്രേഡ്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈനുകളൊക്കെ കൃത്യമായിട്ടാണ് വർക്ക് ചെയ്തത്. കൃത്യമായിട്ട് ഇതാ നോക്കിക്കേ. നോക്ക്, മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്തു. ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തില്ലേ? കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു വൺ സൈഡ് റാലി. എവിടെ വേണേലും ഇറങ്ങാമായിരുന്നു. ഇവിടെ വേണേലും ഇറങ്ങാത്തക്ക രീതിയിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി മിഡ് ക്യാപ്പിനകത്തിലും ഉണ്ടായിരുന്നു. നമ്മുടെ ലൈൻ റെസ്പെക്റ്റ് ചെയ്ത് നേരെ തിരിച്ച് താഴെ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, 13,024. ഓക്കെ, ഇവിടെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇനി ഇവിടുന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്തെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി പറയാൻ. വരകൾക്കൊന്നും യാതൊരു മാറ്റവുമില്ല. വര എല്ലാം ആസ് ഇറ്റ് ഈസ് തന്നെ. അപ്പം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി എൻട്രി കണ്ടുപിടിച്ച് കാത്തിരുന്ന് ട്രേഡ് എടുക്കുക, വിജയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.